ഓരോ വീട്ടിലും ഓരോ ഡിഷിനും ഓരോടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടാവില്ലേ? അങ്ങനെ നമ്മളെ വീട്ടിലത്തെ മന്തിന്റെ സ്റ്റൈൽ മാറിയത് കാക്കന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് കാക്കന്റെ വൈഫ് വന്ന പിന്നെയാണ്. കാക്കന്റെ വൈഫ് പറഞ്ഞ റെസിപ്പിയാണ് അതിനുശേഷം നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മന്തിന്റെ റെസിപ്പി. ഇതാണ് സംഭവം, നൈസാണ്, ഞാൻ പറഞ്ഞുതരാം. ചിക്കൻക്ക് 1.5 തക്കാളിയും അതിൽക്ക് ഒരു വെളുത്തുള്ളി ഇട്ട് അടിച്ചത് ചേർത്ത് കൊടുത്ത് അതിൽക്ക് മാഗി ക്യൂബും ഫുഡ് കളറും കുരുമുളകും കുറച്ച് ക്യാപ്സിക്കും ചേർത്ത് ഇളക്കി 3/4 കപ്പ് ഓയിലും ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് ഇല്ലെങ്കിൽ മാത്രം ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. പിന്നെ റൈസ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽക്ക് കുറച്ച് ജീരകവും അതുപോലെ തന്നെ ഉണക്കനാരങ്ങയും പട്ട ഗ്രാമ്പൂ ഏലക്കായും ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇതിൽക്ക് ഓയിലും ഉപ്പും ചേർത്ത് കൊടുത്ത് വെള്ളം തിളക്കുന്ന സമയത്ത് അരിയിട്ട് ഒരു 80% വേവായാല് അരി ഊറ്റിട്ടെടുക്കുക. ഈ ഊറ്റിയെടുത്തിട്ടുള്ള അരി നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻക്ക് ചേർത്ത് കൊടുക്കുക. അതിന്റെ മുകളിൽ കുറച്ച് ഫുഡ് കളറും മുളകും വെച്ചു കൊടുക്കുക. ഫുഡ് കളർ ചേർത്ത് കൊടുക്കണം ഒരു നിർബന്ധമില്ല. ഇത് വേണ്ടാത്തവര് കുറച്ച് മഞ്ഞപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് കനലിൽ എണ്ണ ഒഴിച്ച് അടിച്ചു വെച്ച് 15 മിനിറ്റ് വേവിച്ചാൽ മന്തി റെഡിയാണ്.